നമസ്കാരം. DMKയുടെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് ഒരു പുതിയ അവതാരം കൂടി എത്തിയിരിക്കുകയാണ്. DMK മന്ത്രി നെഹ്റുവിന്റെ മകനായ KN അരുൺ നെഹ്റു ആണ് അച്ഛന്റെ തഴമ്പിൽ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് മത്സരത്തിനിറങ്ങുന്നത്. പേരാമ്പല്ലൂരിൽ നിന്നും അരുൺ DMK സ്ഥാനാർത്ഥിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന റിപ്പോർട്ട്. അരുൺ നെഹ്റു തിരുച്ചിയിലോ പെരുമ്പല്ലൂരിലോ മത്സരിക്കുമെന്ന് നേരത്തെ തന്നെ ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും പെരുമ്പല്ലൂരിലേക്ക് ഇപ്പോൾ അരുൺ നെഹ്റുവിന്റെ പേര് ചുരുങ്ങിയിട്ടുണ്ട്. INDA ബ്ലോക്കിന്റെ ഭാഗമായ കോൺഗ്രസും MDMKയും മുസ്ലിം ലീഗും ഒക്കെ കണ്ണുവച്ചിരുന്ന ഒരു മണ്ഡലമാണ് ട്രിച്ചി. അതുകൊണ്ട് തന്നെ ട്രിച്ചിയിൽ ആരായിരിക്കും സ്ഥാനാർത്ഥിയായി എത്തുക എന്നത് വലിയ സസ്പെൻസ് അവശേഷിപ്പിക്കുന്നുണ്ട്. DMK നേതൃത്വം ട്രിച്ചി സീറ്റ് തങ്ങൾക്ക് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് MDMKയുടെ ട്രിച്ചി സെക്രട്ടറി വെള്ളമണ്ടി സോമു പറഞ്ഞതോടുകൂടി ലീഗ് ഉൾപ്പെടെയുള്ള മറ്റ് കക്ഷികളെല്ലാം തന്നെ വളരെ അസ്വസ്ഥതയിലുമാണ്. എന്തായാലും കരുണാനിധി സ്റ്റാലിൻ, അതിനുശേഷം ഉദയനിധി സ്റ്റാലിൻ എന്നിങ്ങനെ മക്കൾ രാഷ്ട്രീയത്തിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന DMK എന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അതേ DMKയിലെ ഒരു മന്ത്രിയുടെ മകൻ കൂടി തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ കുടുംബ രാഷ്ട്രീയത്തിന് പങ്കുപറ്റുന്നു എന്നുള്ളത് വലിയ പ്രതിഷേധത്തിന് തന്നെ ഇപ്പോൾ വഴിവെച്ചിട്ടുണ്ട്. BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇത് വലിയ ആയുധമാക്കുന്നുമുണ്ട്. നിലവിൽ എന്തായാലും BJP ഒരു വലിയ പ്രക്ഷോഭത്തിന് തന്നെയാണ് ഒരുങ്ങുന്നത്. മക്കൾ രാഷ്ട്രീയം എന്നുള്ള വിമർശനം എത്ര കേട്ടിട്ടും അതിൽ നിന്നും ഒന്നും പഠിക്കാതെ, അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടെ ധാർഷ്ട്യം മാത്രമേ വിജയിക്കൂ എന്ന നിലയ്ക്ക് സ്റ്റാലിനും കൂട്ടരും മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അരുൺ നെഹ്റുവിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.